വെൽക്കം ബാക്ക് ടു നെസീസ് ടേസ്റ്റ് മീൻസ്. ഇന്ന് വളരെ സോഫ്റ്റും ടെൻഡറുമായിട്ടുള്ള ഒരു അൽഫാമിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരുപാട് അൽഫാം റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗ്രീൻ അൽഫാം ഒരുപാട് പേർ ട്രൈ ആക്കി ഇൻസ്റ്റയിലൂടെ പിക്സൊക്കെ അയച്ച് തന്നതിൽ ഒത്തിരി ഹാപ്പിയാണ് കേട്ടോ ഞാൻ. അതുപോലെ തന്നെ ഈ ഒരു അൽഫാമും നല്ല ടേസ്റ്റിയുമാണ്. അതുപോലെ തന്നെ കുറഞ്ഞ ചേരുവകൾ മാത്രമേ വേണ്ടുള്ളൂ. ഇതിൽ നമ്മൾ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പുതിയ രുചികളൊക്കെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇവിടെ 1 കിലോ ചിക്കൻ നല്ലപോലെ കേകി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം നല്ലപോലെ വര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് ഇതുപോലെ കട്ട് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടിയിട്ടുള്ളത് 2 ടേബിൾ സ്പൂണോളം കട്ടത്തൈര് അല്ലെങ്കിൽ യോഗേർട്ട് ആണ് കേട്ടോ. അധികം പുളി ഇല്ലാത്തത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ല പോലെ ചിക്കനിൽ പുരട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് മാരിനേഷൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഈ ഒരു മസാല തയ്യാറാക്കി എടുത്തതിന് ശേഷം ഉപ്പൊക്കെ റെഡിയാണോ നോക്കിയതിന് ശേഷം മാത്രം ചിക്കനിലോട്ട് പുരട്ടി കൊടുത്താൽ മതി. ഇത് നമുക്ക് ഒരു മിനിമം 1 അവറെങ്കിലും മാറ്റി വെക്കണം. എത്ര കൂടുതൽ വെച്ചാലും നല്ലതാണ്. നല്ല പോലെ ചിക്കൻ ടെൻഡറായി കിട്ടും, നല്ല ടേസ്റ്റ് വരും. അപ്പോൾ ആ ഒരു ഉപ്പും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ അതിൽ നല്ല പോലെ പിടിച്ച് വരട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നല്ല പോലെ എല്ലാ ഭാഗത്തും മാരിനേറ്റ് ചെയ്തെന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്താം. ഇനി നമുക്ക് സെക്കൻഡ് മാരിനേഷൻ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഓറഞ്ച്, അതായത് ബുർത്തുക്കാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലി കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അധികം എരിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂണോളം ക്യൂമിൻ പൗഡർ, പിന്നെ ഒരു 1/3 കപ്പോളം സൺഫ്ലവർ ഓയിൽ എന്നിവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനിലോട്ട് വേണ്ടിയിട്ടുള്ള ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മസാലയിലോട്ട് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് 1 ടീസ്പൂണോളം ബിരിയാണി മസാലയും 1 ടീസ്പൂണോളം കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഓറഞ്ചിൻ്റെ കളറാണ് കേട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കടയിലത്തെ പോലെയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കളറ് ചേർക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പം കളറ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പം അത് നല്ലതേ അല്ല. അതുകൊണ്ട് ഞാൻ കളറ് ചേർത്തിട്ടേ ഇല്ല. കളർ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ലുക്ക് ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ വയറിന് അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല, വയറിന് നല്ലതുമല്ല. അപ്പോൾ നമ്മുടെ മസാല നമ്മുടെ ചിക്കനിൽ നല്ല പോലെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ചിക്കൻ ഒരു ഹവറിൽ കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ മാരിനേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒരു മിനിമം 4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും നിങ്ങൾ വെക്കുക കേട്ടോ. എന്നാലേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ, ചിക്കനിൽ നല്ല പോലെ ഈ ഒരു മസാല പിടിക്കുള്ളൂ. അപ്പോൾ ഞാനൊരു ബോക്സിലാക്കി കറക്റ്റ് ഒരു 4 മണിക്കൂർ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഫ്രീസറിലല്ല കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്, ഫ്രിഡ്ജിൽ തന്നെ വെക്കുക. ഇനി നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ട് ഗ്രില്ലറിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അധികം സ്പ്രെഡ് ചെയ്ത് കൊടുക്കരുത്, ചിക്കന് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ചിക്കന് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് വേണമെങ്കിൽ പീസാക്കിയിട്ടും ചിക്കന് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഇതുപോലെ ഒരു ചിക്കന് ഇങ്ങനെയാണ് കേട്ടോ ഗ്രില്ല് ചെയ്തെടുക്കാറ്. ഗ്രില്ല് ചെയ്തെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാറാണ് പതിവ്. ചിക്കൻ ഇതുപോലെ ഗ്രില്ലിൽ വെച്ച് കൊടുത്തതിന് ശേഷം നല്ല പോലെ കണലായതിനു ശേഷം മാത്രം ചിക്കൻ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നാലേ നമുക്ക് ഇത് നല്ല പോലെ കുക്കായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഇത് നമ്മൾ ഒരു ഭാഗം കുറച്ചൊന്ന് കുക്കാകുമ്പോഴേക്ക് മറിച്ച് വെച്ചെടുക്കുക. അങ്ങനെ തിരിച്ചു മറിച്ചും വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ നമുക്കിത് നല്ലപോലെ ഗ്രില്ലായിട്ട് കിട്ടുള്ളൂ. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉള്ളിലൊക്കെ നല്ലപോലെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഓൾറെഡി ഇപ്പോൾ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഗ്രില്ലിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അൽഫാം ഈ ഒരു ഗ്രില്ലിൽ നിന്ന് മാറ്റി കൊടുക്കാം.
അപ്പോൾ ഇത് നുള്ളി നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആൻഡ് ടെൻഡർ ആണ്. മാത്രമല്ല അത് കുട്ടിക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും. കാരണം നമ്മൾ ഓറഞ്ച് ചേർത്തുകൊണ്ട് തന്നെ അധികം എരിവൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആവശ്യത്തിനുള്ള പുളിയും ഉപ്പും എല്ലാം ഉണ്ട്. നല്ല പെർഫെക്റ്റ് ആണ്. ഞാൻ ഈ ഒരു പറഞ്ഞ ചേരുവകൾ ചേർക്കുകയാണെങ്കിൽ കുട്ടിക്കും തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. ഇനിയിപ്പം നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി കൂടുതൽ ആഡ് ചെയ്താൽ മതി. ഞാൻ എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു പാകത്തിനുള്ള എരിവ് മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ഫ്രം നസീസ് ടേസ്റ്റി മീൻസ്.